+1 അക്കൗണ്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻസ്. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ തരും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ഇത് എസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്യാം. സിമ്പിളാണ്. 6 കളി ഉണ്ടാവും. 6 + 2 കളി ഉണ്ടാവും. എന്താ ഈ 2 കളി? ഇതാണ് ലെഡ്ജർ ഫോളിയോ. എന്താ മക്കളെ? ഇതിനാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുക. സോ ഓക്കെ, LF. ഇനി ഇവിടെ ഫസ്റ്റ് റെസിപ്റ്റ്, രണ്ടാമത്തത് പേയ്മെൻറ്റ്, പിന്നെ ക്യാഷ് ബാങ്ക്, അതേപോലെ തന്നെ ക്യാഷ് ബാങ്ക്. ഇതാണ് റെസിപ്റ്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക്, പേയ്മെൻറ്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരച്ചാൽ അതിന് ഹാഫ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഫോർമാറ്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഇതിന് പുറമെ നിങ്ങൾ എന്ത് വേണം? ഇവിടെ ഒരു ഡേറ്റ് കോളം കൊടുക്കണം. എന്താ മക്കളെ? ഒരു ഡേറ്റ് കോളം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഡേറ്റ് കോളം കൊടുക്കണം. ഇവിടെ പോയി ഡേറ്റ് തരാം. കറുത്തൊരു പെണ്ണാളെ, ഡേറ്റ്, ഇവിടെയും ഡേറ്റ് ചെറിയ കോളം മതി, കാരണം ഡബിൾ കോളം കാശ് അത്രയും വലുതാക്കി ചെയ്താണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ട്രാൻസാക്ഷൻ ഉണ്ടല്ലേ, ഈ ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യണം. ട്രാൻസാക്ഷൻ 4 തരാം. 1 ക്യാഷ്, 2 ബാങ്ക്, ക്യാഷിൻ്റെ റെസിപ്റ്റ്, ക്യാഷിൻ്റെ പേയ്മെൻറ്റ്, ബാങ്കിൻ്റെ റെസിപ്റ്റ്, ബാങ്കിൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ ക്യാഷിൻ്റെ റെസിപ്റ്റ് CR എന്നും ക്യാഷിൻ്റെ പേയ്മെൻറ്റ് CP എന്നും, ബാങ്കിൻ്റെ റെസിപ്റ്റ് BR എന്നും ബാങ്കിൻ്റെ പേയ്മെൻറ്റ് BP എന്നും എഴുതാം. സോ നമുക്ക് ആദ്യം നോക്കും. ഇത് ക്യാഷ് അല്ലേ, ഇത് ബാങ്കാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഓപ്പണിംഗ് ബാലൻസാണ്. ഓപ്പണിംഗ് ബാലൻസ് എപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യാം? റെസിപ്റ്റ് സൈഡിലാണ്. ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും റെസിപ്റ്റ് സൈഡിലാണ്. പക്ഷേ ബാങ്കിൻ്റെ ബാലൻസ് ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ തരും, ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രം അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഡെപ്പോസിറ്റ് ഇൻറ്റു ബാങ്ക്, ഇതെന്താ മക്കളെ? ഇത് ക്യാഷും ബാങ്കും കോൺട്രാ എൻട്രിയാണ്. അപ്പോൾ ക്യാഷിലും വരും ബാങ്കിലും വരും. റെസീവ്ഡ് ക്യാഷ് ആണ്. ബ്രോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, അതും ക്യാഷ് ആണ്. ബ്രോട്ട് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്, അപ്പോൾ എന്താ? ബാങ്കാണ്. ചെക്കല്ലേ, വീണ്ടും ചെക്ക്, അപ്പോൾ എന്താ? ബാങ്കാണ്. ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, അപ്പോൾ ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തു, അപ്പോൾ ക്യാഷും വരും അതുപോലെ തന്നെ ബാങ്കും വരും. ഇനി എന്താ ഉള്ളത്? പെയ്ഡ് സാലറി, അതും ബാങ്കാണ്. ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ, ചെക്ക് കിട്ടി ആൻഡ് ഡെപ്പോസിറ്റ് ഇൻറ്റു ബാങ്ക്, അപ്പോൾ എന്താ? അതും ബാങ്കിലേക്കാണ്. ഇനി ഇത് റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ നോക്കണ്ടേ? ഡെപ്പോസിറ്റ് ഇൻറ്റു ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ കൂടും, അപ്പോൾ എന്താ? ബാങ്കിൽ റെസിപ്റ്റ് ആണ്. ക്യാഷ് കുറയും, നമ്മുടെ ക്യാഷ് എടുത്തിട്ടല്ലേ ബാങ്കിൽ ഇടുന്നത്, അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ ക്യാഷിലെ പേയ്മെൻറ്റാണ്. ക്യാഷ് റിസീവ്ഡ് ആകുമ്പോൾ എന്താ? ക്യാഷ് റെസിപ്റ്റ്. പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ പേയ്മെൻറ്റ്. ഫർണിച്ചർ പേയ്മെൻ്റ് അല്ലേ, പർച്ചേസ് ചെയ്യില്ലേ, അപ്പം BP. ദെൻ എന്താ? പെയ്ഡ് സാബു ബൈ ചെക്കിൽ, അപ്പോൾ ചെക്ക് മുഖേനയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പം എന്തായാലും ബാങ്കിലൂടെ പേയ്മെൻറ്റ്, C അല്ല, ബാങ്കിലൂടെ പേയ്മെൻ്റ് ആണ്. ദെൻ ഡ്രൂ ബാങ്കിൽ നിന്ന് ഡ്രൂ, അപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ കുറയും, അപ്പോൾ ബാങ്കിൽ അതെന്താണ്? പേയ്മെൻ്റ് ആണ്. ക്യാഷ് കൂടും, ബാങ്കിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാഷ് എത്തൂലേ, സോ ക്യാഷ് കൂടി. പെയ്ഡ് സാലറി, അത് ഉറപ്പാണ്, P ആണ്. ദെൻ ചെക്ക് റിസീവ് ചെയ്തു, അപ്പോൾ എന്താ? ബാങ്കിൽ റെസിപ്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കിലെ ബാലൻസും ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ, റെസിപ്റ്റ് സൈഡിൽ 40,000 20,000. എന്താ? 1-ാം തീയതി ടു ബാലൻസ്. നമുക്ക് കളർ മാറ്റിയാലോ? കളർ മാറ്റി വെക്കാം, വെറൈറ്റി ആക്കാം. ടു ബാലൻസ്, ക്യാഷിൽ 40,000, ബാങ്കിൽ 20,000. സോ ക്യാഷ് 40, ബാങ്കിൽ 20 അല്ലേ. ഇനി ഡെപ്പോസിറ്റ് ഇൻറ്റു ബാങ്കിൽ ഡെപ്പോസിറ്റ്, അപ്പോൾ എന്താ? ബാങ്കിലേക്ക് ബാലൻസ് കൂടി. ബാങ്കിൽ റെസിപ്റ്റ് ഉണ്ടോ? ബാങ്കിൽ BR ആണ്. ബാങ്കിൽ റെസിപ്റ്റ് സൈഡിൽ എന്താണ്? എത്രയാ? എത്ര? 10,000 ഡെപ്പോസിറ്റ് ചെയ്ത്. ഓക്കെ, ഡെപ്പോസിറ്റ് 10,000. സോ 10,000. നോക്ക്, ഇതെങ്ങനെയാണ്? ബാങ്കിൽ 10,000 കൂടി. എങ്ങനെയാണ്? ടു ക്യാഷ് കാരണമാണ് ബാങ്കിൽ പൈസ കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പം 5-ാമത്തെ ദിവസമാണ് ടു ക്യാഷ്. ഇനി ഇതേ എമൗണ്ട് എവിടുന്ന് കുറയും? ക്യാഷിൽ കുറയും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എന്താണ്? 10,000. അവിടെ എന്ത് ചെയ്തണം? ബൈ ബാങ്കിലേക്ക് പൈസ കിട്ടും. 5-ാം തീയതി ബാങ്കിൽ പൈസ കിട്ടും, അതുകൊണ്ട് എന്ത് ചെയ്തു? ക്യാഷ് കുറഞ്ഞു. അതേപോലെ ബാങ്കിലേക്ക് പൈസ വന്നു, അതെങ്ങനെയാണ്? ക്യാഷിലൂടെയാണ് വന്നിട്ടുള്ളത്. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം. അടുത്തത് എന്താണ്? 10-ാം തീയതി റെസീപ്റ്റ് ഫ്രം റീനു, ക്യാഷ് റെസിപ്റ്റ് ആണ് 10,000. സോ നേരെ ക്യാഷിൽ 10,000 ടു റീനു. 12-ാം തീയതി വളരെ സിമ്പിളാണ്, കാരണം നമ്മൾ ആദ്യം എമൗണ്ട് ചെയ്താൽ പിന്നെ ബാക്കി ഐറ്റംസ് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാനർ, നല്ലത് കേട്ടോ. നെക്സ്റ്റ് റെസീവ്ഡ് കഴിഞ്ഞാൽ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, അപ്പോൾ എന്താ? പേയ്മെൻ്റ് അല്ലേ, പർച്ചേസ് ആണ്. സോ 5,000 പേയ്മെൻറ്റ്. സോ 5,000 ബൈ പർച്ചേസ് 18-ാം തീയതി. ഓക്കെ,
പോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോൺട്രാ ഉണ്ടല്ലോ. സോ കോൺട്രാൻറ്റിക്ക് ഇവിടെ സീൻ എഴുതണം, അത് നമ്മൾ വിട്ടുപോയി. കോൺട്രാൻറ്റി ആണെങ്കിൽ ആ രണ്ട് സൈഡിലും എന്ത് ചെയ്യും, സി എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളി ഇടണം കേട്ടോ. അടുത്ത ട്രാൻസാക്ഷൻ എന്താ, ബോട്ട് ഫർണിച്ചർ ബൈ ചെക്ക്. ബാങ്കിൽ നിന്ന് 12,000. സോ ബാങ്കിലെ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് 12,000. എന്താ, ബൈ ഫർണിച്ചർ എത്ര, 15 15 തീയതി 12,000 മുകളിലോട്ട് ഇത് ഇവിടെ താഴെ 12,000. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പെയ്ഡ് ബൈ ചെക്ക്, സാബുവിന് പേയ്മെൻറ്റ്. അപ്പോൾ വീണ്ടും പേയ്മെൻറ്റ് 2,000 സാബു ബൈ സാബു, അത് 18 തീയതി. അപ്പം 12, 15, 18 കഴിഞ്ഞാൽ ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസേഴ്സ്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, വീണ്ടും പേയ്മെൻ്റ് അല്ലേ, ബാങ്കിൽ നിന്ന് കുറയൂലേ 20,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കോൺട്രാൻറ്റി അല്ലേ. അപ്പം ബൈ ക്യാഷ് എന്നാ 20 തീയതി. അപ്പോൾ അത് ക്യാഷ് കൂടിയില്ലേ, അപ്പോൾ 20 തീയതി എന്ത് ചെയ്യണം, ഇവിടെ ക്യാഷ് കൂടി. അപ്പോൾ ക്യാഷ് കോളത്തിൽ 20,000 ടു ബാങ്ക് എന്നാണ് എന്താ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ടു ബാങ്ക് എന്ന് കൊടുക്കുന്നത്. ക്യാഷ് കൂടുകയല്ലേ ചെയ്യുന്നത്, അതെ. അപ്പോൾ ക്യാഷ് കൂടും, ബാങ്ക് കുറയുകയും ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, പെയ്ഡ് സാലറി. വീണ്ടും പേയ്മെൻറ്റ് 3,000 പേയ്മെൻറ്റ് 3,000. അപ്പം 2 ബൈ എന്താണ് മക്കളെ, 2 പെയ്ഡ് സാലറി ബൈ ചെക്ക് 3,000. അപ്പോൾ ബൈ സാലറി എന്നാ 25. അടുത്ത 29 തീയതി ചെക്ക് റിസീവ് ചെയ്തു. അപ്പം 29 റെസിപ്റ്റ് അല്ലേ. എങ്ങനെ, എവിടെയാ, ഡെപ്ര കയ്യിൽ നിന്ന്. സോ പേരെന്താ, ഡെപ്ര പേരില്ലല്ലേ. സോ നമുക്ക് ഡെപ്ര എഴുതിയാൽ മതി. ടു ഡെപ്റ്റർ 3,000 റിസീവ് ചെയ്തു. ഇതാണ് ആകെ ട്രാൻസാക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണ്ടേ, ടോട്ടൽ ചെയ്യണം. സോ ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഇവിടെ സിയും ഇവിടെ സി ഉണ്ടല്ലോ, കോൺട്രാൻറ്റി നമ്മൾ ആ സി 2 എഴുതിയില്ല അല്ലേ. ഇവിടെ നോക്ക്, ഇവിടെ ഡെബിറ്റ് സൈഡിൽ എത്രയാണ്, 50, 70,000. എത്രയുള്ളത്, 70,000. ക്യാഷ് കോളത്തിൽ 70,000. അപ്പോൾ ഇപ്പുറം സൈഡ് എന്ത് ചെയ്യുക, 70,000. കാരണം എപ്പോഴും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ ഉണ്ടാവുക. ഇവിടെ ആകെ 15,000 ഉള്ളൂ. സോ 70,000 15,000 കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും, 55,000. എത്ര ഉണ്ടാകും, 55,000. സോ 2 അല്ലല്ലോ, ബൈ ബാലൻസ്. ഇനി ബാങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര വരുന്നത്, ടോട്ടൽ 33,000. പക്ഷെ ഇപ്പുറം നോക്കടാ, 35,000 ഉണ്ട്. അഥവാ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റാണ്, നമ്മുടെ ബാലൻസിനേക്കാൾ കൂടുതൽ വന്നു. അപ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 35,000. ഇവിടെ 35,000. എന്നിട്ട് ബാക്കി ഡിഫറൻസ് എത്രയാണ്, 2,000 ഡിഫറൻസിന് എത്രയാണ്, 2,000 രൂപേൻ്റെ ഡിഫറൻസിന് 20, 32, 35 അല്ലടാ, 37,000. 37,000 വ്യത്യാസം. 37,000 ഉണ്ട്. ഇവിടെ ആകെ 33,000 ഉള്ളൂ. സോ 4,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. എത്രയാണ്, 4,000 രൂപ. സോ 4,000 കുറവല്ലേ. സോ എന്താ, ടു ബാലൻസ്. കാരണം ഇവിടെ ക്യാഷ് ഡെബിറ്റ് ബാലൻസ് ആണ്, ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, ബാങ്കിൽ മൈനസ് ബാലൻസ് ആണ്. അപ്പോൾ ചില സമയത്ത് എന്താവും, ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആകും കേട്ടോ. അപ്പോൾ അഥവാ നമ്മുടെ ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, വളരെ സിമ്പിളാണ്. ഇത് എന്ത് ചെയ്യുക, സെറ്റാക്കി നോക്കാം. അപ്പോൾ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്.